നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ലസ്സിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ മാംഗോ ലസ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സാധനം കൂടി ആവശ്യമുണ്ട് കേട്ടോ. നല്ല കട്ടി തൈരാണ് കേട്ടോ, പുളിയില്ലാത്ത നല്ല കട്ട തൈര്. പിന്നെ പാകത്തിനുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലസ്സിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല മാങ്ങയുടെയൊക്കെ സീസൺ അല്ലേ ഇപ്പം ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും മാങ്ങയുണ്ട്. അപ്പം നമുക്ക് മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അധികം സാധനങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. പിന്നെ കുറച്ച് മാങ്ങ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ലേ, ഒരു കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അവസാനം നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ മാങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാർ ഓണാക്കി ഒന്ന് കറക്കിയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ട് ഒരു ലേശം വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. ഇത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് വനില എസൻസ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് വനില എസൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചതില്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ചെയ്യാണ്ട് ഹെൽത്തി ആയിട്ടുള്ള മാംഗോ ലസ്സി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ് കേട്ടോ. വനില എസൻസ് ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ഇപ്പം തന്നെ കുടിക്കാൻ വേണ്ടി തോന്നുന്നു, അത്രയ്ക്ക് നല്ല രുചിയും മണവും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്ന് ഗ്ലാസ്സിനകത്തേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ലസ്സി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങാപ്പഴം കൂടി ചേർത്ത് കൊടുക്കുകയാണേ. പിന്നെ മാങ്ങാപ്പഴം കൂടെ ചേർത്ത് പിന്നെ ഞാൻ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിനയുടെ ഇലയും കൂടി ഒന്ന് നടുക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ലസ്സി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഇനി നല്ല നല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.